പ്രസവത്തിനോടടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അമൽ, മുത്തുനബി പഠിപ്പിച്ച ഒരു അമൽ. ആ അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ഗർഭിണികൾക്കാണ് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളായിരിക്കും. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നോക്കൂ, നമ്മൾ പറഞ്ഞു വരുന്നത് ഗർഭിണിയായ സ്ത്രീ പ്രസവത്തിനോടടുക്കുന്ന സമയത്ത്, അതായത് പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത്. നമുക്കറിയാലോ പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ആ സമയത്ത് ഗർഭിണിയുടെ അടുത്തിരുന്ന് ആയത്തുൽ കുർസീനെ, നമുക്കൊക്കെ അറിയുന്നതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അറിയാത്ത ആരും ഉണ്ടാവില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസീനെ നിരന്തരമായി ഗർഭിണിയുടെ അടുത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മന്ത്രിക്കുക, ഗർഭിണിയെ മന്ത്രിക്കുക. ഇത് ചെയ്യേണ്ടത് ആരാണ്? ഒന്നെങ്കിൽ ഗർഭിണിയുടെ ഉമ്മ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ, അല്ലെങ്കിൽ ഭർത്താവ്, ഗർഭിണിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഉപ്പ. ഇവരാരെങ്കിലുമാണ് ഇത് പ്രധാനമായും ചെയ്യേണ്ടത്. ഭർത്താവാണെങ്കിൽ വളരെ നല്ലത്. ഇനി ഇത് ചെയ്താലുള്ള നേട്ടം എന്താ? ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ദുആ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വാലിഹാക്കി തരണം കുട്ടിയെ, നല്ല കുട്ടിയാവണം. വളരെ പ്രധാനമായി വൈകല്യങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? വൈകല്യമുള്ള ഒരു കുട്ടി ജനിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണ്. അപ്പോൾ അതുണ്ടാവരുത് എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. നിങ്ങൾക്ക് വൈകല്യങ്ങളില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ജനിക്കാൻ ഈ ആയത്തുൽ കുർസിയെ നിങ്ങൾ നിത്യമായി പതിവാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു മുത്തുനബി പഠിപ്പിച്ചതാണല്ലോ. അല്ലാഹു നമുക്ക് നല്ല സ്വാലിഹായ, വൈകല്യങ്ങളില്ലാത്ത നല്ല ഭംഗിയുള്ള മക്കളെ അല്ലാഹു നൽകട്ടെ. വീണ്ടും കാണാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.